ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിൽ കേസ് ഡയറി തിരുത്തലിൽ ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണത്തിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കും. മർദ്ദനക്കേസ് അന്വേഷിച്ചിരുന്ന ആലപ്പുഴയിലെ ഉദ്യോഗസ്ഥരുടെയും ADGP ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെയും മൊഴിയാണ് SIT രേഖപ്പെടുത്തുക. റിപ്പോർട്ട് കിട്ടിയാൽ സർക്കാർ വിശദീകരണം തേടും. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കാം. അതേസമയം KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിണറായി വിജയന്റെ ഗൺമാൻ അടക്കമുള്ളവർ തല്ലിയ സംഭവത്തിൽ കേസ് ഡയറി തിരുത്തലിലാണ് ADGP അജിത് കുമാറിനെതിരെ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ലോക്കൽ പോലീസ് മാറ്റി നിർത്തിയ പ്രതിഷേധക്കാരെ ഗൺമാൻ അടക്കം മർദ്ദിച്ചെന്ന് എഴുതിയ ഡയറി തിരുത്തിയാണ് കേസ് എഴുതി തള്ളിയത്. കേസ് ഡയറി പെൻഡ്രൈവിലാക്കി ADGP MR അജിത് കുമാറിന്റെ ഓഫീസിലെത്തിച്ചെന്നാണ് ആദ്യ അന്വേഷണ സംഘം SITക്ക് നൽകിയ മൊഴിയും. അതേസമയം നവകേരള സദസ്സിനിടെ ആലപ്പുഴയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാർ ഉൾപ്പെടെയുള്ള 5 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച ADGP MR അജിത് കുമാറിനെതിരായ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർണായക റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി ഇന്നലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറി. ഇതോടെ സർവാധികാരിയായിരുന്ന ADGPക്കെതിരായ അച്ചടക്ക നടപടിയുടെ കാര്യത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ തീരുമാനം നിർണായകമാകും. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് കേസ് ഡയറിയിലെ പോരായ്മകളെക്കുറിച്ച് കടുത്ത വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് പുതിയ UDF സർക്കാരിന്റെ അതിവേഗ നീക്കം. മുൻപ് ഈ കേസ് അട്ടിമറിക്കാനും കേസ് ഡയറിയിൽ തിരുത്തലുകൾ വരുത്തുവാനും ADGP MR അജിത് കുമാർ ഉന്നത പദവി ദുരുപയോഗം ചെയ്തുവെന്നാണ് SITയുടെ കണ്ടെത്തൽ. അന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ചൈത്ര തെരേസ ജോൺ നൽകിയ സുരക്ഷാ വീഴ്ച റിപ്പോർട്ട് പൂഴ്ത്തിയതും അജിത് കുമാറിന് മേലുള്ള കുരുക്ക് മുറുകുന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചകൾ അക്കമിട്ടു നിരത്തുന്ന റിപ്പോർട്ടാണ് DGP ആഭ്യന്തരമന്ത്രിക്ക് സമർപ്പിക്കുന്നത്. കള്ളരേഖ ചമയ്ക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം അജിത് കുമാറിനെതിരെ ക്രിമിനൽ കേസെടുക്കുന്നതും സസ്പെൻഷൻ നടപടികളിലേക്ക് കടക്കുന്നതും സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് വൈകുന്നേരത്തോടെ അന്തിമ തീരുമാനമെടുക്കും. ജൂലൈയിൽ DGP സ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കേണ്ട അജിത് കുമാറിന് പുതിയ നീക്കങ്ങൾ കരിയറിൽ വലിയ തിരിച്ചടിയാകും. മുൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫും ഗുണ്ടകളും നടത്തിയ അക്രമത്തെ രക്ഷാപ്രവർത്തനം എന്ന് ന്യായീകരിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പോലീസ് സേനയിലെ രാഷ്ട്രീയ അതിപ്രസരം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഉന്നത ഉദ്യോഗസ്ഥനെതിരെ ഇത്തരത്തിലുള്ള കർശന നീക്കം എടുക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇമെയിലായി കൈമാറിയ റിപ്പോർട്ടിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ളവർ മർദ്ദിച്ചത് ചട്ടവിരുദ്ധമാണെന്ന് വ്യക്തമാക്കിയായിരുന്നു റിപ്പോർട്ട്.